ഹലോ എവ്രിവൺ, കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്നൊരു മേഖലയെക്കുറിച്ചാണ്. ജോഗ്രഫിക്കകത്ത് വളരെ വലിയൊരു പ്രാധാന്യമുള്ള മനുഷ്യൻ്റെ വെൽഫെയറുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതായ ഒരു കാഴ്ചപ്പാടാണ് വെൽഫെയർ ജോഗ്രഫി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം വെൽഫെയർ ജോഗ്രഫി 1960കളിലാണ് എമർജ് ചെയ്ത് വരുന്നത്. ഇത് പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്തിരുന്നത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഇനീക്വാലിറ്റിയും ജോഗ്രഫിക്കൽ സ്പേസിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് തുടക്കകാലങ്ങളിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. DM സ്മിത്താണ് ഈ ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഹ്യൂമൻ ജോഗ്രഫി 1977 പബ്ലിഷ് ചെയ്യപ്പെട്ട ഹ്യൂമൻ ജോഗ്രഫിയിലാണ് ഈ ഒരു അപ്രോച്ചിനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ദ വെൽഫെയർ അപ്രോച്ച് ഇൻ ജോഗ്രഫി ഗെയിനഡ് ട്രാക്ഷൻ ഇൻ ദ 1970s ടുവേർഡ് ദ കൺക്ലൂഷൻ ഓഫ് വിയറ്റ്നാം വാർ എന്നുള്ളതാണ്. അപ്പോൾ 1954 ടു 1975 കാലഘട്ടത്തിൽ നടന്ന വിയറ്റ്നാം വാറിൻ്റെ ഒരു അവസാനത്തോടു കൂടിയാണ് ഈ ഒരു വെൽഫെയർ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് പ്രധാനമായിട്ടും പ്രാധാന്യം വരുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് ഒരുപാട് ക്രൈമും അതുപോലെ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ തന്നെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻസ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതും ആ വയലേഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് എന്ത് ചെയ്തിട്ടുള്ളത് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാറിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ സയൻസസ് അവരുടെ മെയിൻ ഫോക്കസ് സോഷ്യൽ വെൽബീയിങ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വെൽഫെയർ ജോഗ്രഫി വാസ് പാർട്ട് ഓഫ് എ സോഷ്യൽ റിലവൻസ് മൂവ്മെൻറ്റ് വേർ ദ സോഷ്യൽ വെൽബീയിങ് പാരഡിം വാസ് അറ്റ് ദ സെൻറ്റർ ഓഫ് അനാലിസിസ്. എവ്രി സോഷ്യൽ സയൻസ് വാണ്ടഡ് ടു ബിക്കം റിലവൻറ്റ് ടു സൊസൈറ്റി ആൻഡ് സോ ഡിഡ് ജോഗ്രഫി എന്നുള്ളതാണ്. അപ്പം ഈ വിയറ്റ്നാം വാറോടുകൂടി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻസ് നടത്തുകയും അതിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഉരുത്തിരിഞ്ഞു വന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ സയൻസിൻ്റെ ഫോക്കസ് സോഷ്യൽ വെൽബീയിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും എല്ലാ സോഷ്യൽ സയൻസുകളും സോഷ്യൽ വെൽബീയിങ് പാരഡിം അവരുടെ സബ്ജക്റ്റിൻ്റെ സെൻറ്ററാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഗ്രഫിയിലും ഈ ഒരു വെൽഫെയറിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്ങിനെ കുറിച്ചുള്ള ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എന്താണ് വെൽഫെയർ ജോഗ്രഫി എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 ഡെഫിനീഷൻസ് ആണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. 1977 പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ട ഡേവിഡ് M. സ്മിത്തിൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു ഡെഫിനീഷനും 1978 പീറ്റർ നോക്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് വെൽഫെയർ ജോഗ്രഫി എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഡേവിഡ് M. സ്മിത്ത്, വെൽഫെയർ ജോഗ്രഫി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽബീയിങ് ഇൻ സ്പേസ് ആൻഡ് വിത്ത് ദ ജോഗ്രഫിക്കൽ ആസ്പെക്ട് ഓഫ് ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്പേസിനകത്ത് ഈ ഒരു വെൽബീയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും എങ്ങനെയൊക്കെയാണ് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇത്തരത്തിൽ ഇനീക്വാലിറ്റിയെയും സോഷ്യൽ ജസ്റ്റിസിനെയും സ്വാധീനിക്കുന്നത് എന്നുമാണ് വെൽഫെയർ ജോഗ്രഫി സ്റ്റഡി ചെയ്യുന്നത് എന്നുള്ളതാണ്. പീറ്റർ നോക്സിൻ്റെ അഭിപ്രായത്തിൽ വെൽഫെയർ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് സ്പേഷ്യൽ വേരിയേഷൻസ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സച്ച് വേരിയേഷൻസ് എന്നുള്ളതാണ്. അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഓരോ സ്ഥലത്തും വരുന്ന ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ വേരിയേഷനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുമുള്ള പഠനമാണ് വെൽഫെയർ ജോഗ്രഫി. ഇപ്പോൾ ചുരുക്കത്തിൽ വെൽഫെയർ ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കൽ സ്പേസിനകത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ജീവിത നിലവാരം, ഓരോ പ്രദേശത്തുമുള്ള ജീവിത നിലവാരത്തെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് വെൽഫെയർ ജോഗ്രഫിക്കകത്ത് ചുരുക്കത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാൻറ്റെ യൂണിവേഴ്സിറ്റി സ്കോട്ട്ലാൻഡിലുള്ള സ്മിത്താണ്. 1971 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ജോഗ്രഫി ഓഫ് സോഷ്യൽ വെൽബീയിങ്ങിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടുള്ള മെൻഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ്. മറ്റുള്ള ഹ്യൂമനിസം പോലെയുള്ള കാഴ്ചപ്പാടുകളെ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്മിത്തിനെ ഇതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡൽസ് ആൻഡ് തിയറീസ് ഷുഡ് ഹാവ് ബെനിഫിറ്റ്സ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് റിലവൻ്റ് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഏത് സബ്ജക്റ്റിനകത്താണെങ്കിലും മോഡൽസും തിയറീസും ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവിടുത്തെ സൊസൈറ്റിയുടെ വെൽഫെയറിനെയും അവരുടെ ക്ഷേമത്തെയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഒരു പ്രാധാന്യമില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്മിത്തിനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1971 DM സ്മിത്ത് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജോഗ്രഫറുടെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ ജോഗ്രഫി ഓഫ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടും ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം മോഡൽസും തിയറീസും ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യന്മാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് വെൽഫെയർ ജോഗ്രഫി ഈസ് വൺ ഓഫ് ദ ഓൾട്ടർനേറ്റീവ് മോഡൽസ് ഓഫ് ക്രിട്ടിക്കൽ റവല്യൂഷൻ. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷനകത്ത് വന്ന പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ഹ്യൂമൻസിനെ ഫോക്കസ് ആക്കിയിട്ട് പിന്നീട് വന്ന പഠനങ്ങളുടെ കാലഘട്ടത്തെയാണ് ക്രിട്ടിക്കൽ റവല്യൂഷൻ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റവല്യൂഷൻ സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് മോഡലാണ്. ഓക്കെ, ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഹ്യൂമൻ ജോഗ്രഫി സ്മിത്ത് സെഡ് ദാറ്റ് സെൻറ്റർ ഓഫ് ദ ജോഗ്രഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ദ വെൽഫെയർ ഓഫ് സോഷ്യൽ ബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ നോളേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സോഷ്യൽ വെൽബീയിങ് ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ വെൽഫെയർ ജോഗ്രഫിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ജോഗ്രഫിക്കകത്ത് എന്ത് തരത്തിലുള്ള മോഡൽസ് ആൻഡ് തിയറീസ് വന്നു കഴിഞ്ഞാലും അത് മനുഷ്യൻ്റെ ഉന്നമനത്തിനും അവൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനെയും ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണിത്. ഓക്കെ, ദെൻ സ്മിത്ത്സ് വർക്ക് വാസ് further strengthened by optimality model prepared by Pareto in 1973 എന്നുള്ളതാണ്. അപ്പം both Smith and Pareto said that there should be a proportionate increase in income, inequality should be reduced with the increase in GDP എന്നുള്ളതാണ്. അപ്പം സ്മിത്തിൻ്റെ വർക്കുകളെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് പാരിറ്റോ എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ്. 1973 ഒപ്റ്റിമാലിറ്റി മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാതെ, അതായത് ഓരോ വ്യക്തികളുടെയും ഇൻകം ഇൻക്രീസ് ചെയ്യാതെ ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനകത്ത് വെൽഫെയർ എക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പ്രമോട്ട് ചെയ്തത് അമർത്യ സെന്നാണ്. അമർത്യ സെന്നിൻ്റെ വർക്കുകളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനകത്ത് വെൽഫെയർ എക്കോണമി അല്ലെങ്കിൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം അമർത്യ സെന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ദെൻ 1977 സ്മിത്ത് ഒരു പുസ്തകം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ ജോഗ്രഫി എ വെൽഫെയർ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം സ്മിത്തിൻ്റെ വെൽഫെയർ കോൺസെപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്മിത്ത്സ് വെൽഫെയർ കോൺസെപ്റ്റ് ഈസ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് വെൽഫെയർ ജോഗ്രഫി. ഹി ഹാസ് ഡയറക്റ്റഡ് 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു ദ സ്റ്റഡി എന്നുള്ളതാണ്. അപ്പം ജോഗ്രഫിക്കകത്ത് വെൽഫെയർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ സ്മിത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് ജോഗ്രഫിക്കകത്ത് വളരെ വലിയ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് വെൽഫെയർ ജോഗ്രഫിയുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൂ, വാട്ട്, വേർ, ഹൗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പ്രിവിലേജ്ഡ് അല്ലാത്ത ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷനാണ് ഹൂ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രിഫറൻസ് ഓഫ് വെൽഫെയർ. അപ്പോൾ വെൽഫെയറിനകത്ത് കിട്ടേണ്ട ഡെവലപ്മെൻറ്റ് പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് വാട്ട് എന്നുള്ളത്. വേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. ദെൻ ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മെത്തേഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് വെൽഫെയർ പ്രോഗ്രാം. ഓക്കെ, ഒരു വെൽഫെയർ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മെത്തേഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ഹൗ. ഓക്കെ, അപ്പോൾ സ്മിത്തിൻ്റെ വെൽഫെയർ കോൺസെപ്റ്റിൽ പ്രധാനമായിട്ടും വരുന്ന 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ്. അതായത് എന്തൊക്കെ ചെയ്താലാണ് ജനങ്ങൾക്ക് ഗുണം കിട്ടുക എന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഹൂ, ആർക്കാണ് ഇത് വേണ്ടത്. ഓക്കെ, ഈ ക്ഷേമം അല്ലെങ്കിൽ ജീവിത നിലവാരം ആർക്കാണ് കൂടേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഹൂ. വാട്ട്, അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ അവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എന്താണ് അവർക്ക് തീരെ ഇല്ലാത്തത് എന്നുള്ളൊരു കാര്യമാണ്. വേർ, ആ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലേസിനെയാണ് വേർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ മെത്തേഡ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഹൗ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു 3 ഡയമെൻഷണൽ മോഡലും പോലും ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാട്. ദെൻ വെൽഫെയർ ജോഗ്രഫിയുടെ ബേസിക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പ്രധാനമായിട്ടും നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് കൊറിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പം നോൺ ഡിസ്ക്രിമിനേഷൻ, എക്കോളജിക്കൽ പാരിറ്റി ആൻഡ് വെൽബീയിങ്, സോഷ്യൽ ജസ്റ്റിസ്, ഈക്വൽ സ്റ്റാറ്റസ് ടു വുമൺ, പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻ ആൻഡ് ഓൾഡ്, സെക്യുലർ സൊസൈറ്റി, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇതാണ് വെൽഫെയർ ജോഗ്രഫിയുടെ ബേസ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻസ് ഇല്ലാത്ത, ഇപ്പം റേസിൻ്റെ വർണ്ണം, വർഗം, മതം, ജാതി ഇതിൻ്റെ ഒന്നും ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത, ജീവിത നിലവാരം വളരെ നല്ല രീതിക്കുള്ള, സോഷ്യൽ ജസ്റ്റിസ് ഉള്ള, അതായത് നീതി എല്ലാവർക്കും ലഭിക്കുന്നതായ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായ, വുമൻസിന് ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നതായ സെക്യുലർ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അതിപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റിയിലാണെങ്കിലും മെൻ്റലി ആണെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് വെൽഫെയർ ജോഗ്രഫി ഡിമാൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 4 ബേസിക് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഒന്ന് ഹ്യൂമനിസം, രണ്ടാമത്തത് റാഡിക്കലിസം, ദെൻ പോസ്റ്റ് ബിഹേവിയറലിസം, എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന 4 കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ടാണിത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ദെൻ വെൽഫെയർ ജോഗ്രഫിക്കകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പം ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് അവർ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹ്യൂമൻ വെൽബീയിങ്ങിനെ കുറിച്ചും അവരുടെ വെൽഫെയറിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽഫെയർ ജോഗ്രഫി ഉപയോഗിച്ചിട്ടുള്ളതായ പ്രധാനപ്പെട്ട മെത്തേഡുകൾ. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പം ഈ പോസിറ്റിവിസത്തിലും അങ്ങനെ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിനകത്ത് കൊണ്ടുവന്ന പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഇപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കൊറിലേഷൻ പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ഹ്യൂമൻസിൻ്റെ വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് കേസ് സ്പെസിഫിക് അപ്രോച്ചാണ്. കേസ് സ്പെസിഫിക് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർട്ടൈൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പം ഓരോ പ്രശ്നത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. സോ ഓരോ കേസിനെയും സ്പെസിഫൈ ചെയ്താണ് നമ്മൾ വെൽഫെയർ ജോഗ്രഫിക്കകത്ത് പഠനം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തത് പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ചാണ്. അതായത് ദ വെൽഫെയർ ജോഗ്രഫേഴ്സ് ബിലീവ് ദാറ്റ് social, economic and political phenomena are intertwined. Therefore, the welfare level of any given community is an interplay between socio-economic conditions and political structure എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ ജോഗ്രഫേഴ്സ് വിശ്വസിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിനോമിന എന്ന് പറയുന്നത് ഇൻ്റർട്വിൻഡ് ആണ്. അപ്പം ഒരു പ്രദേശത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് പഠനം നടത്തി അതിനനുസരിച്ച് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഇവർ മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, നമ്മുടെ മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തു. ദെൻ കേസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഇനി വെൽഫെയർ ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചും ഇവർ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി എന്നുള്ളതാണ്.
അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോർമേറ്റീവ് ആൻഡ് വാല്യൂ ലേഡൻ ആണ്. ഓക്കെ, അപ്പം ഇത് യഥാർത്ഥത്തിൽ ഗുഡ്, ഫെയർ, ജസ്റ്റ് അങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു പഠനമാണ്. ഓക്കെ, അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ഡിഫിക്കൾട്ട് ടു മെഷർ വെൽഫെയർ എന്നുള്ളതാണ്. ഇപ്പം ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ഇതിനെയൊക്കെ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്ക് എല്ലാം ഓക്കെ ആയിരിക്കും, അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കലായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ മെൻ്റലി അയാൾ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കണം എന്നില്ല. ചില സാഹചര്യങ്ങളിൽ ഫിസിക്കൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് കുറവായിരിക്കും, മെൻ്റലി അവർ ഹാപ്പി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഓവർ റിലയൻസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഇൻഡൈസസ് ദാറ്റ് മേ ഇഗ്നോർ റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് പെർസെപ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും പെർസെപ്ഷൻസിനെയും ഇൻഡിക്കേറ്റേഴ്സും ഇൻഡൈസസും വെച്ച് കാണിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇഗ്നോർ സ്ട്രക്ചറൽ കോസസ് എന്നുള്ളതാണ്. അതായത് ഫോക്കസസ് ഓൺ സ്പേഷ്യൽ പാറ്റേൺസ് ഓഫ് ഇനീക്വാലിറ്റി ബട്ട് ഓഫ്റ്റൻ നെഗ്ലെക്ട്സ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ കോസിങ് ദം എന്നുള്ളതാണ്. അപ്പം ഈ ക്യാപിറ്റലിസം, പവർ റിലേഷൻസ് പോലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വെൽഫെയർ ജോഗ്രഫി അവോയ്ഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ സജസ്റ്റ് മൈനർ ഇംപ്രൂവ്മെൻറ്റ് വിത്തിൻ ദ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ഫണ്ടമെൻ്റൽ സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വളരെ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, അത്രയും ഡെപ്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ വെൽഫെയർ ജോഗ്രഫിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്രിട്ടിക്കൽ റെവല്യൂഷൻ്റെ പീരീഡിൽ ക്വാണ്ടിറ്റേറ്റീവ് റെവല്യൂഷനെയും പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയും ഒക്കെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ മെക്കാനിക്കൽ ആയിട്ടുള്ള മോഡൽസിൽ ഡിസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എങ്ങനെ ഉയർത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സുമായിട്ട് എങ്ങനെയാണ് കൊറിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും പഠിക്കുക എന്നുള്ളതായിരുന്നു വെൽഫെയർ ജോഗ്രഫിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, അപ്പോൾ ഒരു പ്ലേസും സ്പേസും ഒക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സ്വാധീനിക്കുന്നത് എന്നാണ് വെൽഫെയർ ജോഗ്രഫിയിൽ പഠിച്ചത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്മിത്താണ്. അപ്പം സ്മിത്ത് 4 പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആസ്പെക്റ്റുകൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ വെൽഫെയർ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ ക്രിറ്റിസിസംസും നമ്മൾ നോക്കി. ഓക്കെ, ദെൻ അടുത്ത ക്രിറ്റിസിസംസ് ആണ് പ്രോബ്ലം ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്ലൈസ് ജനറൽ മോഡൽസ് ഓഫ് വെൽഫെയർ ദാറ്റ് മേ നോട്ട് ഫിറ്റ് ഡൈവേഴ്സ് കൾച്ചറൽ ആൻഡ് ലോക്കൽ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് ലോക്കൽ കോണ്ടെക്സ്റ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ഇതിനില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദെൻ ടു ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ഗവൺമെൻറ് പ്ലാനിങ് സംടൈംസ് സെർവിങ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് മോർ ദാൻ പീപ്പിൾസ് നീഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആവശ്യകതയ്ക്ക് അധികമായിട്ട് ഇത് പ്ലാനിങ്ങിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ വെൽഫെയർ ജോഗ്രഫിയുടെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ. അപ്പോൾ എന്താണ് വെൽഫെയർ ജോഗ്രഫി, എങ്ങനെയാണത് ജോഗ്രഫിക്കകത്ത് വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിനൊരു ചെറിയൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽഫെയർ ജോഗ്രഫി സ്ട്രെങ്തൻസ് ജോഗ്രഫി ബൈ ഹൈലൈറ്റിംഗ് spatial injustice, human well-being, but it is criticized for being highly normative, subjective and weak in scientific measurement എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ജോഗ്രഫിക്കകത്ത് മറ്റൊരു ആസ്പെക്റ്റിനെ എൻട്രീസ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നത് എന്നുള്ള പഠനങ്ങൾ നടക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചിലപ്പം നോർമേറ്റീവ്, സബ്ജക്റ്റീവ്, സയൻറ്റിഫിക് മെഷർമെൻറ്റിൻ്റെ അപാകത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വെൽഫെയർ ജോഗ്രഫിയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.